ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ടൂറ് പോകാൻ തീരുമാനിച്ചു. മരുമകനും മകളും പേരക്കുട്ടിയെല്ലാം വീട്ടിലേക്ക് വന്നപ്പം പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു. പണ്ട് ഞാൻ ഈ സ്ഥലത്ത് പോയതാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിൽ എന്ന സ്ഥലമാണ് കാണാൻ പോകുന്നത്. അവിടെ നിന്നെടുത്ത ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പം മരുമകന് ആ സ്ഥലം ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല ഫോട്ടോസിന് പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ കുട്ടികളുടെ അവധിക്കാലവും കൂടിയാണല്ലോ, അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയത്. വഴിയിലെത്തിയപ്പം ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഏതോ ഒരു ചുരത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വഴി തെറ്റി ഇങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ ജനവാസമൊന്നും ഇല്ലാത്തൊരു കാട്ടുപ്രദേശം പോലെയാണ് തോന്നിയത്. അങ്ങനെ അവസാനം ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയപ്പം ഒരു ആൾക്കാരുടെ നല്ല സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞു. ആശ്വാസമായി. ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണോ എന്ന് മക്കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഭയങ്കരമായ ഒരു ചുരത്തിൻ്റെ താഴേക്ക് പോകും പോലെയാണ് തോന്നിയത്. ഏതായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം എത്താൻ കഴിഞ്ഞു. ഭാഗ്യത്തിന് പല ആൾക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് വഴിയിൽ നിന്നൊക്കെ, ഇത് ആ സ്ഥലത്തേക്ക് കക്കാടംപൊയിൽ എന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തി. അങ്ങനെ നടന്ന് പിന്നെ ആ ഇതിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുമ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം. പെട്ടെന്ന് ഓടിക്കയറി ചെല്ലാനൊന്നും പറ്റില്ല. അവിടുത്തെ ടിക്കറ്റൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ ഇതിലെത്തി. അവിടെയാണെങ്കിൽ ചുറ്റും കല്ലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മഴക്കാലമാണെങ്കിൽ വഴിക്ക് വീഴും. ഇതിപ്പം നല്ല വേനൽക്കാലമായതുകൊണ്ട് ഒരുപാട് കല്ലുകളും അതും ഇതൊക്കെ കാണാൻ മുൾക്കൂടിയൊക്കെ ചവിട്ടി നടക്കാൻ നല്ല സുഖം തോന്നി. അങ്ങനെ നല്ല നമുക്ക് അക്വേറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞി കല്ലുകളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അത് കുറേ ഞങ്ങൾ ശേഖരിച്ചു. നല്ല നല്ല പുഴക്കല്ലുകളാണെല്ലാം. പിന്നെ കുട്ടികൾക്കൊക്കെ ചാടിക്കളിച്ചു ആ വെള്ളത്തിൽ. മഴക്കാലമായാൽ ഇവിടെ എല്ലാം മൂടും. ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലം വരണ്ട് കിടക്കുകയാണ്. പക്ഷേ പ്രകൃതി രമണീയത പറഞ്ഞറിയിക്കാൻ വയ്യ. ചുറ്റും നല്ല കാടുകളാണ്, മലകളും. ഇത് കക്കയം ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. ഈ വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നത് പോലും. ഏതായാലും ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ കുട്ടികൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ പലരും വന്നും പോയും കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ ഇവിടെ എത്താറുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും അവിടെ കണ്ടിരുന്നില്ല. കുറച്ച് പേരൊക്കെ വന്നു. എന്നാലും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് വരികയായിരുന്നു. പക്ഷെ ആ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ വേറെ ആൾക്കാരെ അവിടെ കണ്ടു. അവർക്കും വഴി തെറ്റിയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഏതായാലും ഇവിടെ എത്തിപ്പെട്ട് തന്നെ ഭാഗ്യം. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കാണാൻ പറ്റിയ മക്കൾ പറഞ്ഞു, എന്തൊരു സന്തോഷം. ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. എത്ര ഫോട്ടോസ് എടുത്തിട്ട് അവർക്കൊന്നും മതി വരുന്നില്ല. അങ്ങനെ ഓരോന്നങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പുഴയുടെ നടുവിലേക്കൊക്കെ പോകാൻ പറ്റും. കാരണം അവിടെ പിന്നെ വലിയ കല്ലുകളുണ്ട്. ആ കല്ലുകളുടെ മുകളിലൊക്കെ ഇരുന്നിട്ടാണ് ഇവർ ഫോട്ടോസ് എടുക്കുന്നത്. ഒരുപാട് കാക്കകളെ കാണാം. കാക്കകൾ ഈ വിനോദസഞ്ചാരികളൊക്കെ അവിടെ ഓരോ സാധനങ്ങൾ വലിച്ചെറിയുമ്പം വരുന്നതാണ്. അതാണ് അവിടെ കാണുന്നത്. പിന്നെ കുറച്ചപ്പുറത്തേക്കായിട്ട് ഒരു അപകട മേഖലയുണ്ടെന്ന്. അവിടെ വലിയൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ തരം തിരിച്ചിരിക്കുകയാണ് പുഴയ്ക്ക്. ആ ഭാഗത്തേക്ക് ആർക്കും പോകരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എഴുതി വെച്ചതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ ഇവിടെ തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. പക്ഷെ ഇതെല്ലാം മഴക്കാലത്ത് മൂടിപ്പോവും എന്നാണ് പറഞ്ഞത്. അപ്പം വേനൽക്കാലമായതുകൊണ്ട് നമുക്ക് കല്ലിൻ്റെ പുറത്തും അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ഓരോ ഫോട്ടോസ് എടുക്കാം. പറ്റിയ ചിലപ്പം വേനൽക്കാലം തന്നെയാവും കാണാൻ ഭംഗി. കാരണം ഈ കല്ലുകളൊന്നും മഴക്കാലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, മഴക്കാലം വന്നാൽ ഇവിടെയൊക്കെ ഒന്നായിട്ട് വെള്ളം മൂടും. അപ്പോഴും പേടിയാവും. കുറേ ദൂരത്തു നിന്ന് നമുക്ക് കാണാൻ ഈ സ്ഥലം പറ്റുകയുള്ളൂ.
ഏതായാലും നല്ലൊരു സുഖമുള്ള വേനൽക്കാലം കൂടിയപ്പോൾ തണുത്തൊരു അന്തരീക്ഷം ഇവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് എണീറ്റ് പോകാൻ തോന്നാത്തൊരു അവസ്ഥയാണ്. നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ. ഞങ്ങൾ രാവിലെ പോയതാണ്. പിന്നെ ഉച്ചയായിട്ടും ഇവിടെ നല്ലൊരു തണലാണ് ഇവിടെ കിട്ടുന്നത്. ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ കുറേ നേരം വിശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് ശേഷം മക്കളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഞാനവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാം എണീറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയി. അതൊക്കെ ആ പുഴയോട് ചേർന്ന് പുഴയുടെ വേറൊരു ഭാഗമാണ്. അങ്ങോട്ട് നടന്നു പോയി. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. ഓടിച്ചാടിയ ഒരു അപകടവും ഇല്ലാത്ത, കല്ലുകളൊന്നും നിറയാത്ത ഒരു സ്ഥലമാണ് അവിടെ. അങ്ങനെ അവർ കുറേ കളിച്ചു. അപ്പം മക്കൾക്കും തോന്നി നമുക്കൊന്ന് കളിച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയ കളിയൊക്കെ കളിക്കുന്നുണ്ട്. അതാണ് ഇതൊരു പുഴേൻ്റെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് ഈ പുഴ. അവിടുന്ന് ഞങ്ങൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നല്ല കുറച്ച് മണൽ കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. അല്ലാതെ കല്ലും പുല്ലും മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഇപ്പം മണലുകളൊക്കെ ഉണ്ട്. കുറേ മണലിലൊക്കെ കളിച്ചു കുട്ടികൾ. അങ്ങനെ എന്താ പ്രകൃതി രമണീയത ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് കളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കളിച്ചു, കുറേ നേരം ചാടിത്തുള്ളി കളിച്ചു. അതൊക്കെ ഒരു ഓർമ്മയാണല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ തോണിക്കടവ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതാണ് കാണുന്നത്, തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. അത് ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ പുഴയ്ക്കൊന്നും അത്ര സൗന്ദര്യമല്ലെങ്കിലും അവിടെ പിന്നെ കലക്ടർ വരുന്ന ദിവസമാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ അല്പം കൂടെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതിന്മേലൊക്കെ കയറി അങ്ങനെ കുറേ നേരം അങ്ങനെ കളിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇരുന്നു. അവർ കളിക്കുന്നിടത്തോളം കളിക്കട്ടെ വിചാരിച്ചു. ഏതായാലും സന്ധ്യ ആകുമ്പോഴേക്കും വീട്ടിലെത്തിയാൽ മതിയല്ലോ. അങ്ങനെ നേരം കളയാണ്. ഏതായാലും പിന്നെ ഒരു 3 മണിയാകുമ്പോഴേക്കും കലക്ടർ എത്തും. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കുറവാണെന്ന് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് തോണിക്കടവിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. തോണിക്കടവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തോണി മാത്രമേ ഉള്ളൂ. അതും അകം പറഞ്ഞ് കിടക്കുന്ന ഒരു തോണി. കടവ് പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് കക്കയം പുഴയിൽ നിന്ന് വരുന്ന, കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്നാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറേ കളക്ട് ചെയ്തു. പിള്ളേർക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് ഒക്കെ കിട്ടി. കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. വെക്കേഷൻ അങ്ങനെ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അവിടെ നിന്ന് ഞങ്ങൾ ആ കാണുന്ന ആ വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ ബിൽഡിങ്ങൊക്കെ നടന്ന് കയറുമ്പം ഭയങ്കര മുട്ടുവേദന അനുഭവപ്പെട്ടു. ഏതായാലും വിട്ടില്ല, ഞങ്ങളങ്ങനെ കയറി പോവുകയാണ് അങ്ങോട്ട്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പല ചെടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എത്ര ഭംഗിയുള്ള ചെടികൾ. അത് പിന്നെ കലക്ടർ വരുന്ന ദിവസം കൂടിയാണെന്ന് കേട്ടപ്പോൾ കുറച്ചും കൂടെയൊക്കെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടാലറിയാം. കാരണം അവിടെയൊക്കെ കൊത്തിക്കളച്ച് അപ്പം തന്നെ റോസ് ചെടികളും അതും ഇതുമെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരുപാട് നേരം ഓരോരോ കാര്യങ്ങളും കണ്ടുകൊണ്ട് ഇരുന്നു.